ഫ്രണ്ട്സ്, PC ഹിൻസ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, CO2. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ്. എത്രയാണ്? 500 സെക്കൻഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. കല്ലേൽ പൊക്കൂടന്റെ ആത്മകഥ. കല്ലേൽ പൊക്കൂടന്റെ ആത്മകഥ കണ്ടൽ കാടുകളിലൂടെ എന്റെ ജീവിതം. ഏതാണ്? കണ്ടൽ കാടുകളിലൂടെ എന്റെ ജീവിതം. എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാവുന്നത് വൈറസ്. എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാവുന്നത് എന്താണ്? വൈറസ് ആണ്. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ്? ഡെൻഡെയിൻ. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ്? ഡെൻഡെയിൻ. വൈറ്റമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഇമ്പോർട്ടന്റ് ആണത്. മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം നിശാന്തത. സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വൈറ്റമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? അതെല്ലാവർക്കും അറിയാം, വൈറ്റമിൻ D. ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏതാണ്? ORS ലായനി. പന്നിയൂർ 1 എന്തിന്റെ സങ്കര ഇനമാണ്? കുരുമുളക്. മക്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മക്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകർ ആരാണ്? DNA. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത്? ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ന്യൂക്ലിയസ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഞാനതെന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി, അത് ഉരുകും. ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെന്റലിയഫ് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്. ഗാലിയം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവിയാണ് അത് കണ്ടെത്തിയത്. ഭക്ഷണ പദാർത്ഥങ്ങൾക്കും മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് നമ്മുടെ അജിനോമോട്ടോ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? താപോർജ്ജം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ്? 3ാം ചലന നിയമം. അന്തർദേശീയ പ്രകാശവർഷമായി കണക്കാക്കിയ വർഷം ഏതാണ്? അന്തർദേശീയ പ്രകാശവർഷമായി കണക്കാക്കിയ വർഷം 2015. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഷിക് ടെസ്റ്റ്. എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓർഗാനോക്ലോറൈഡ്. എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ഓർഗാനോക്ലോറൈഡ്. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. സെറിബെല്ലം.
ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ലോക വനദിനമായി ആചരിക്കുന്ന ദിവസം, വനദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? മാർച്ച് 21. ലോക വനദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 21. എലിപ്പനിക്ക് കാരണമായ രോഗകാരി, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം, രക്തസമ്മർദ്ദം. ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തസമ്മർദ്ദം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പുംബീജം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലുമിനിയം. അലുമിനിയം ലോഹത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? മോസ്ലി. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം ഏതെല്ലാം ഊർജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം ഏതെല്ലാം ഊർജങ്ങളായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു? പ്രകാശോർജവും താപോർജവും. പ്രകാശോർജവും താപോർജവുമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് തടസ്സമുണ്ടാകുന്ന ബലം ഏതാണ്? ഏത് ബലമാണ്? ഘർഷണ ബലം. ഏത് ബലമാണ്? ഘർഷണ ബലം. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര? 3 × 105 km/s. 3 × 105 km/s ആണ് ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത. പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? ദൂരം. പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? ദൂരം. സസ്യങ്ങളിലെ ശ്വസനവാതകം O2. O2 പറഞ്ഞറിയാം, ഓക്സിജൻ. സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? O2. സങ്കര ഇനം വെണ്ട. ഇമ്പോർട്ടന്റ് ആണ്. സങ്കര ഇനം വെണ്ട ഏതാണ്? സൽകീർത്തി. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ്? മുതിര. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി ഏതാണ്? കായിക പ്രജനനം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം വൃക്ക. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ആമാശയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം സോഡിയം. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോബറൈനർ. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക.